അങ്ങനെ 16 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് നമ്മുടെ നായകനായ ലിയൂളിനെ കാണിക്കുമ്പോൾ അവനെ പണ്ടത്തെ ചെറിയ ചെറുക്കനൊന്നും ആയിരിക്കില്ല കേട്ടോ. നല്ല സുന്ദരനായ, അതിലുപരി നല്ല ദേഷ്യക്കാരനും കർക്കശക്കാരനൊക്കെ ആയ ഒരു യുവരാജാവായിരിക്കും ആള്. ഈ ഗാർഡനിലൂടെ ആളുടെ പരിചാരകരുടെ കൂടെ നടന്നു പോകുന്ന ടൈമിൽ അതിൽ ഒരു ലേഡി ആ ഗാർഡനിലെ സൗന്ദര്യമൊക്കെ കണ്ട് അതങ്ങ് ആസ്വദിച്ചു നിൽക്കുന്നതും അതിനുശേഷം ഇവരുടെ ഒപ്പം ഓടിയെത്തുന്നുണ്ട്. ആ ഒരു കാൽമാറ്റം വരെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ലിയൂളാണെങ്കിൽ ആകെ അസ്വസ്ഥനാവുകയാണ് കേട്ടോ. എന്നെ ഇത് ഭയങ്കരമായി അസ്വസ്ഥനാക്കുന്നു എന്ന് പറഞ്ഞ്, അതായത് ഇവൻ്റെ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അതായത് സാധാരണ നമ്മൾ ഈ മലയാളത്തിലൊക്കെ അടിയൻ, ആരെവിടെ എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർ പിന്നെയും കുറച്ച് കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നായകനാണെങ്കിൽ വളരെ ഈ അച്ചടി ഭാഷയിലൊക്കെയാണ് സംസാരിക്കുന്നത്. സീരീസിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഇവൻ്റെ ഈ സംസാരം ശരിക്കും ഒരു കോമഡി ആയിട്ടൊക്കെ മാറുന്നുണ്ട് കേട്ടോ. കാരണം സാധാരണ ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ നല്ല സ്റ്റാൻഡേർഡായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതൊരു രസം തന്നെയാണല്ലോ കേൾക്കാൻ. നീ നമ്മെ ഭയങ്കരമായി അസ്വസ്ഥനാക്കുന്നു എന്ന് ലിയോള് പറയുന്ന ടൈമിൽ ഞാൻ ഈ ഗാർഡനിലെ പക്ഷികളൊക്കെ നോക്കി നിന്ന് പോയതാണെന്ന് ആ സെർവൻ്റ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇതിനാണോ നിനക്ക് കാശ് തരുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നാളെ മുതൽ ഈ ഗാർഡനിലൂടെ ഒരു പക്ഷി പോലും പറക്കരുത്, അങ്ങനെ പറന്നു കഴിഞ്ഞാൽ നിനക്ക് നല്ല ശിക്ഷ കിട്ടുമെന്ന് ഇവൻ പറയുകയാണ്. ഇത് കേൾക്കുന്ന സെർവൻ്റ് ആണെങ്കിൽ അതിന് പക്ഷികളോട് പറക്കണ്ടെന്ന് പറഞ്ഞാൽ പറക്കാതിരിക്കില്ലല്ലോ, ഞാൻ എന്താ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ നിന്നെ അങ്ങ് ശിക്ഷിക്കാം, എന്താ അത് പോരെ എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ് കേട്ടോ. സോ ഈ ഒരു സീനിലൂടെ തന്നെ നമ്മുടെ ലിയൂളിൻ്റെ മാറ്റം നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് ലിയൂള് ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഉയർന്ന കുടുംബത്തിലുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരിക്കും, അവരും ആ ക്ലാസ്സിലുണ്ടായിരിക്കും. അതിലൊരാൾ ദിവാസ്വപ്നം കാണുന്നത് കണ്ട് ഇവനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നുണ്ട്, ആൾ വരുന്നതിൻ്റെ സന്തോഷത്തിലാണെന്നൊക്കെ പറയുമ്പോൾ ലിയൂളിനുണ്ടോ അത് പിടിക്കുന്നു. ഇവനാണെങ്കിൽ ഒരു പസിൽ ഇങ്ങോർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് നിന്ന് ഒരു കയറ്റം ഉണ്ടായിരിക്കും. ഇനി തെറ്റാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അതായത് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഈ കൊട്ടാരത്തിൽ നിന്ന് തന്നെ പോയാൽ മതി എന്നിവിടെ പറയുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും കിളി പോകുന്നുണ്ട് കേട്ടോ. ലിയൂളിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിലോ ഇവൻ്റെ പിന്നാലെ നടന്ന് ഓരോന്ന് പറയുന്ന ടൈമിൽ താൻ നമ്മെ ഭയങ്കരമായി അസ്വസ്ഥനാക്കുന്നു എന്ന് ലിയൂള് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിയൂളിൻ്റെ ഒരു മാസ്റ്റർ ഡയലോഗാണ് കേട്ടോ അസ്വസ്ഥനാക്കുന്നു എന്നുള്ളത്. അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇന്ന് രാജകുമാരിയുടെ കൂടെ അന്തി ഉറങ്ങേണ്ട ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മുടെ രാജകുമാരന് അത് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ കുറേ കാലമായിട്ട് മഴയൊന്നും പെയ്യുന്നില്ല, വരൾച്ചയാണ്. അപ്പോൾ ഈ വരൾച്ച മാറാൻ വേണ്ടിയിട്ട് ഇവരുടെ കല്യാണം ചെറുപ്പത്തിൽ ഉറപ്പിച്ചതാണ്. ആരായിട്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കിമ്മിൻ്റെ മകളായിട്ടാണ് കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ ഒരു ഫസ്റ്റ് നൈറ്റ് എന്നുള്ളത് പിന്നൊരു ദിവസമാണല്ലോ നടക്കുക, അത് ഇതുവരെ നടന്നിട്ടില്ല. ആ ദിവസം എപ്പോൾ എത്തുമ്പോഴും നമ്മുടെ രാജകുമാരൻ നൈസായിട്ട് അങ്ങ് മുങ്ങും. ഇപ്രാവശ്യവും ഈ അസിസ്റ്റൻ്റൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പനിനീർ പുഷ്പങ്ങളൊക്കെ ഇട്ട് വെള്ളമൊക്കെ റെഡിയാക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ രാജകുമാരൻ തക്കം കിട്ടുന്ന ടൈമിൽ മുങ്ങുന്നുണ്ട്. സെർവൻ്റ് ആണെങ്കിൽ പ്രിൻസസിൻ്റെ അടുത്ത് വന്ന് ഇവൻ മുങ്ങിയ കാര്യം പറയുമ്പോൾ, അതായത് കിമ്മിൻ്റെ മകളായിരിക്കോട്ടെ പ്രിൻസസ്, അവൻ വീണ്ടും മുങ്ങിയല്ലേ, അവൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നാണ് അവർ ആ വേലക്കാരിയോട് പറയുന്നത്. ലിയൂളാണെങ്കിലോ വേറെ എവിടെയും പോയിട്ടുണ്ടായിരിക്കില്ല, ആ കൊട്ടാരത്തിൽ തന്നെ ലൈബ്രറിയിൽ ഒളിച്ചു നിൽക്കുന്നതും ഇതറിയാവുന്ന ലിയൂളിൻ്റെ അച്ഛൻ, അതായത് രാജാവ്, അങ്ങോട്ട് വരുന്നുണ്ട്. നീ റോയൽ ഫാമിലിയെ മൊത്തം നാറ്റിക്കാനാണ് ഉദ്ദേശം, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നിനക്കറിയില്ലേ നമ്മുടെ നാട്ടിൽ മഴ പെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി, മൊത്തം വരൾച്ചയാണ്, നാട്ടിലെ ആളുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, കല്യാണം കഴിഞ്ഞുവെങ്കിലും നീ രാജകുമാരിയെ നിന്റെ ഭാര്യയായി ഇതുവരെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതായത് അന്ധവിശ്വാസമൊക്കെയാണ്. ഇത് പറയുന്ന ടൈമിൽ നമ്മുടെ രാജകുമാരനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ച ഈ വരൾച്ച മാറുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അച്ഛൻ രാജാവാവ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്ക് രാജകുമാരനാകണമെന്ന് ഒരു നിർബന്ധവുമില്ല, ആഗ്രഹവും ഇല്ല, അതുകൊണ്ട് എന്നെ വെറുതെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഇവനൊരു റിബലായിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ആ ടൈമിൽ ഇവന് നെഞ്ചിൽ നല്ലൊരു വേദന വരുന്നതും ഇവൻ അവിടെയുള്ള ഭടന്മാരോട് നാളെ ഒഫീഷ്യൽസായിട്ട് ഒരു മീറ്റിംഗ് വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഓഫീസിലെ മുതിർന്ന പുരോഹിതന്മാരൊക്കെ ആയിട്ട് മീറ്റിംഗ് വെക്കുന്നതും ഇവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പനിനീർ പുഷ്പങ്ങളൊക്കെ ഇട്ട് വെള്ളമാണ് കൊടുക്കുന്നത്. ഇവരാണെങ്കിൽ ഈ വെള്ളം കണ്ടിട്ട് ഇതൊരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള വാട്ടർ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ലിയൂളാണെങ്കിലും നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നവരല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ്, കഴിക്കൂ എന്ന് പറയുന്നതും ഇവനത് കഴിക്കാതിരിക്കുന്ന ടൈമിൽ അങ്ങ് എന്താ ഇത് കഴിക്കാത്തെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലിയൂളാണെങ്കിൽ നിങ്ങൾക്കറിയാലോ എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് രാവിലെ രാത്രി എന്ത് കഴിക്കണം എന്നൊരു പഥ്യമൊക്കെ ഉണ്ട്, അത് ഫോളോ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഇത്രയും അൺഹെൽത്തി ആയിട്ടുള്ള, അതായത് ആരോഗ്യമൊന്നും ശരിയാവാത്ത ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയാൽ ഇവിടുത്തെ വരൾച്ചയൊക്കെ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തായാലും ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പുരോഹിതന്മാരൊക്കെ എന്തോ കയറി പറയാൻ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലിയൂളല്ലേ ആളതൊന്നും മുഴുവിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഞാൻ എന്തായാലും ഈ അന്ധവിശ്വാസമൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ രാജകുമാരിയുടെ കൂടെ കിടന്നുറങ്ങിയാൽ ഈ നാട്ടിലെ വരൾച്ച മാറുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ കല്യാണം കഴിക്കാത്തത്, 20 വയസ്സ് കഴിഞ്ഞ് 20ൻ്റെയും
30-ന്റെ ഇടയിലുള്ള ഒരുപാട് പേര് ഇപ്പോഴും കല്യാണം കഴിക്കാത്തതായിട്ടുണ്ടായിരിക്കും. അവരൊക്കെ കല്യാണം കഴിക്കട്ടെ. ഇത്രയും പേര് ഒരുമിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ മഴ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയല്ലേ ചെയ്യുള്ളൂ. എന്തായാലും അടുത്ത മാസത്തിനുള്ളിൽ ഈ നാട്ടിലെ 20-30 വയസ്സിനിടയിലുള്ള എല്ലാ യുവതി യുവാക്കളുടെയും കല്യാണം കഴിഞ്ഞിരിക്കണം. ഇതെന്റെ ഓർഡറാണ് എന്നവിടെ പറയുന്നതും അങ്ങനെ മഴ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാലോ. എന്തായാലും പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് പോകുന്ന ടൈമിൽ ലിയോട് പറയുന്നുണ്ട്, വരൾച്ചയൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരുപാട് ജലമൊന്നും നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ കുളിച്ച വെള്ളത്തിൻ്റെ ബാക്കിയാണ് നിങ്ങൾക്കിപ്പോൾ കുടിക്കാൻ തന്നതെന്ന് പറയുമ്പോൾ ഇവർക്ക് ആകെ അയ്യത്തടാന്നാവുന്നുണ്ട്. രാജകുമാരനായി പോയില്ലേ, തിരിച്ചൊന്നും പറയാനും പറ്റില്ല. ഇതൊക്കെ പറഞ്ഞ് അങ്ങ് കൂളായി ലിയോട് പോകുന്ന ടൈമിലാണ് വീണ്ടും ആ നെഞ്ചുവേദന വന്ന് ആളവിടെ വീഴുന്നതും എല്ലാവരും ശരിക്കും പേടിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. നായികയുടെ പേര് യൂനിസ എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ അവളുടെ പേര് അതല്ല കേട്ടോ, ഹോങ്ഷിങ് എന്നാണ്. ആളും ആളുടെ കൂട്ടുകാരിയും കൂടിയിട്ട് ഈ മലപ്രദേശത്തൊക്കെയുള്ള ഒരുപാട് ഔഷധ ചെടികളൊക്കെ പറിക്കുകയാണ്. അവളുടെ വേഷം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ ഒരു വലിയ കുടുംബത്തിലൊന്നുമല്ല, സാധാരണ ജനങ്ങൾക്കിടയിലാണ് യൂനിസ താമസിക്കുന്നതെന്ന്. അവിടേക്ക് വരുന്ന കുറച്ച് ആളുകൾ ഇവിടുന്ന് ചെടിയൊന്നും പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മുടെ നായിക അത്ര നിസ്സാരക്കാരിയൊന്നും അല്ല കേട്ടോ. അവളാണെങ്കിൽ നന്നായിട്ട് അങ്ങ് ചൂടാകുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന ടൈമിൽ ഈ നാട്ടിലെ ഒരു കോടതിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ കോടതിയിലെ ഗുമസ്തൻ വന്നിട്ട് ദേ കോടതിയിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, വേഗം വരണമെന്ന് പറയുന്നതും അങ്ങനെ അവിടെയുള്ള യുവതി യുവാക്കളൊക്കെ അവിടെ ഒത്തുകൂടുന്നുണ്ട്. അവിടെയുള്ള ഒരു സ്റ്റാഫാണെങ്കിൽ ഓരോരുത്തരുടെയും പേരും വയസ്സൊക്കെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. ഗുദൂള് 26 വയസ്സായി, കല്യാണം കഴിച്ചിട്ടില്ല. പാർക്കിന്യൂ എന്ന് പറയുന്നത് നമ്മുടെ നായികയുടെ കൂട്ടുകാരിയായിരിക്കും, 23 വയസ്സായി, ഇതുവരെ എന്താ കല്യാണം കഴിക്കാത്തത്, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 കുട്ടികളുടെ അമ്മയായിട്ടുണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നതും നമ്മുടെ നായികയുടെ പേര് വിളിച്ചിട്ട് അവളുടെ വയസ്സ് 28 പറയുന്ന ഈ സ്റ്റാഫ് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഈ നാട്ടിൽ ഇത്രയും വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി പോലും ഇല്ല, അത് നീയാണല്ലോ എന്ന് പറയുമ്പോൾ അല്ല കല്യാണം കഴിക്കാനാണോ നിങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് നമ്മുടെ നായിക അപ്പോൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് നേരത്തെ നമ്മുടെ ലിയോട് പാസ്സാക്കിയ നിയമത്തെ പറ്റി സ്റ്റാഫ് അവിടെ പറയുന്നതും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും കിളി പോകുന്നുണ്ട്. ഈ രാജകുമാരൻ എന്താ പ്രാന്തുണ്ടോ, ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തന്നെ കഴിയുന്നില്ല, അതിൻ്റെ ഇടയിലാണ് ഒരാളെ വലിച്ച് തലയിലും കയറ്റി കഴിഞ്ഞ് ഇനി അയാളൊന്നും പണിക്ക് പോകുന്നില്ലെങ്കിലും അയാൾക്ക് കൂടി ചെലവിന് കൊടുക്കണം, ഇതൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് ഹോങ്ഷിൻ അവിടെ നന്നായിട്ട് തന്നെ എതിർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോടതിയുടെ ഉള്ളിലുള്ള ആ നാട്ടിലെ കുറച്ച് പ്രമാണിമാരാണെങ്കിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ രാജകുമാരൻ്റെ എന്തിൻ്റെ കേട, അയാൾ കാരണം ഇപ്പോൾ ഇവറ്റങ്ങളുടെ ഒക്കെ കല്യാണം നമുക്ക് നടത്തി കൊടുക്കേണ്ട അവസ്ഥ വന്നില്ലേ, ശരിക്കും ഭ്രാന്ത് തന്നെ എന്ന് അവിടെ പറയുന്നതും അതിൽ ഒരു പ്രമാണി നമ്മുടെ ഹോങ്ഷിങ്ങിനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഹോങ്ഷിം ആണെങ്കിൽ അല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വരൾച്ച മാറുമെന്ന് ആരാ പറഞ്ഞത്, അയാൾക്ക് ശരിക്കും വട്ടം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാൻ ഞാൻ എന്താ വല്ല ഗോബ്ലിൻ എങ്ങാനുമാണോ അതോ വല്ല മന്ത്രവാദിനിയാണോ, എനിക്കൊന്നും ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഇവള് നന്നായിട്ട് അവിടെ സംസാരിക്കുന്ന ടൈമിൽ ആരും വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഈ ഒരു നിയമം കാരണം ഇവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ പാർക്കിന്യൂ, ആള് ഗുദൂളിനെ വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ പാർക്കിന്യൂ ആണെങ്കിൽ വിവാഹത്തിൽ അത്ര സന്തോഷത്തിലൊന്നും ആയിരിക്കില്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എന്തിനത്ര കഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കുന്നതെന്ന് നമ്മുടെ ഹോങ്ഷിം ചോദിക്കുന്ന ടൈമിൽ നിനക്കറിയില്ലേ രാജകുമാരൻ്റെ നിയമമാണെന്ന്, ഇതെങ്ങാനും നടന്നിട്ടില്ലെങ്കിൽ 100 അടി കൊള്ളേണ്ടി വരും, എനിക്ക് എന്തായാലും ഇതിനെ എതിർക്കാൻ കഴിയില്ല എന്നാണ് കൂട്ടുകാരി പറയുന്നത് കേട്ടോ. ഇവളാണെങ്കിൽ പിന്നീട് ആകെ വിഷമത്തിൽ തിരിച്ചു പോകുന്ന ടൈമിൽ കോടതിയിലെ ഗുമസ്തനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞൂലേ, അടുത്തത് നീയാണല്ലോ, ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും കല്യാണം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്നൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്കുള്ളൊരു മകള് 16 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പം കല്യാണപ്രായം തന്നെയാണ്, അവളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ അവളുടെ എല്ലോ കല്യാണം കഴിയേണ്ടത്, നിന്റെ അല്ലേ ഇപ്പോൾ കഴിയേണ്ടത്, നിന്റെ വയസ്സല്ലേ കൂടുതലായിട്ട് ഇരിക്കുന്നതെന്ന് നമ്മുടെ ഗുമസ്തൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹോങ്ഷിം ആണെങ്കിലോ പാർക്കിന്യൂവിൻ്റെ കല്യാണം കഴിഞ്ഞു, എന്നിട്ടെന്താ മഴ പെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളാം, നീ ഇങ്ങനെ കെട്ടാതെ നിൽക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ മഴ പെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടുപിടിച്ച് നീ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നീ കൺക്യൂബിൻ ആവും എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ കുടുംബത്തിലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ ഒക്കെ ഭാര്യയാവേണ്ടി വരും എന്നാണ് ഇയാൾ അവിടെ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹോങ്ഷിങ് ആണെങ്കിൽ അതെ ഞാൻ ഒരാൾക്ക് കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെയാണ് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പറ്റുക എന്ന് അവിടെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ഗുമസ്തനാണെങ്കിൽ ആഹാ അങ്ങനെയാണോ, അപ്പോൾ പിന്നെ എളുപ്പമായില്ലേ, അയാളെ അങ്ങ് കല്യാണം കഴിച്ചേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ഹോങ്ഷിങ് ആണെങ്കിൽ അതല്ലേ പ്രശ്നം, അച്ഛൻ വഴി പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ മകനാണ്, ആളിപ്പോൾ ഇവിടെ ഇല്ല, അങ്ങ് സൈന്യത്തിൽ വർക്ക് ചെയ്യാണ്, ആള് തിരിച്ചു വരാതെ എനിക്ക് എങ്ങനെ അയാളെ കല്യാണം കഴിക്കാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഗുമസ്തനാണെങ്കിൽ എനിക്കതിൽ അത്രയങ്ങ് വിശ്വാസമില്ല, നീ വെറുതെ ഓരോ നോണിയൊന്നും അടിച്ചിറക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹോങ്ഷിങ് ആണെങ്കിൽ താൻ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കൊട്ടാരത്തിലാണെങ്കിൽ പ്രിൻസസ് വന്ന് ലിയൂളിനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ദിവസമായിട്ട് ഒരു മാറ്റം പോലും ഇല്ലല്ലോ, മെഡിസിനൊക്കെ ശരിക്കും കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫിനോട് ഇവള് ചൂടാകുന്നുണ്ട്. രാജസദസ്സിലാണെങ്കിലോ നമ്മുടെ ലിയൂളിന് ബോധം പോയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു ടീം
ആളുകൾ പറയുന്നുണ്ട്, ഇതുപോലെ ആരോഗ്യമില്ലാത്തൊരു രാജകുമാരൻ എങ്ങനെയാണ് നാളെ ഒരു രാജാവായിട്ട് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ആളുകൾ ഇതിനെ എതിർക്കുന്ന ടൈമിൽ മറ്റു ഗ്രൂപ്പത്തെ ആളുകൾ അതിലുണ്ടായിരിക്കും കിമ്മായിരിക്കും. കിമ്മിന് ലിയൂളിനെ മരുമകനാണല്ലോ, അതുകൊണ്ട് തന്നെ ആളെ രാജകുമാരനാക്കിയേ പറ്റൂ. അതുകൊണ്ട് ആള് രാജകുമാരന് ഫേവർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ രാജാവിന് ഇഷ്ടമല്ലേ തോന്നത്തുള്ളൂ. ലിയൂളിന് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് രാജാവ് ആ മീറ്റിംഗ് അവിടെ പിരിച്ചുവിടുന്നുണ്ട്. ഈ ലിയൂള് ബോധം കെട്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കുക രാജ്ഞിക്കായിരിക്കും, അതായത് ലിയൂളിന്റെ രണ്ടാനമ്മയായിരിക്കും. അപ്പൊ ഈ ഓഫീസിലൊരു സ്റ്റാഫ് ഇവർക്ക് രഹസ്യമായിട്ട് ഓരോ ന്യൂസ് ഒക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആള് വന്നിട്ട് ഇപ്പൊ ഇന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമിൽ രാജ്ഞിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അതായത് 10 ദിവസമായിട്ട് ആൾക്ക് ബോധമൊന്നും വന്നിട്ടില്ലല്ലോ. ആൾക്കാണെങ്കിൽ ആൾക്കൊരു മകനുണ്ട്, ആള് രാജകുമാരനാക്കണം എന്നാണ് വിചാരം. അപ്പൊ ഈ ഓഫീസ് സ്റ്റാഫ് ആണെങ്കിൽ രാജ്ഞിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ലിയൂളിന് ഇപ്പൊ ഇങ്ങനെ വന്നേന്നൊക്കെ. അപ്പൊ നമ്മുടെ രാജ്ഞിയാണെങ്കിലോ, ഞാൻ ഒരുപാട് വഴിപാടുകളും ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവൻ എണീക്കാത്തത് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ലിയൂളിന് ബോധം വരുന്ന സമയത്ത് ദോങ്ജോൻ അവിടേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ മെഡിസിനിൽ എന്തോ പ്രശ്നമുണ്ട്, മെഡിസിൻ കുറച്ച് ദിവസം ഞാൻ കഴിക്കാതിരുന്നപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതിലാരോ എന്തോ ഒരു പണി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതും അതിനുശേഷം ഈ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ അയാളെ ഇവൻ പോയി കാണുന്നുണ്ട്. അപ്പോൾ ഈ വൈദ്യനാണെങ്കിലോ മെഡിസിനിൽ ഒരു പ്രശ്നവും വരത്തില്ല, അത് കറക്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയതെന്നും എന്നാൽ അയാൾ ഒരു ചെറിയ പ്രശ്നം അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഇവന് ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത് കഴിക്കണമെന്നൊക്കെയുണ്ടല്ലോ ആ ലിസ്റ്റ് നമ്മുടെ വൈദ്യൻ കൊടുത്തിരുന്നു. ആ ലിസ്റ്റിൽ എന്തോ ഒരു തെറ്റ് പറ്റിയിട്ട് കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഫുഡിൽ ചേർത്തിയിട്ടുണ്ട്. ഇതാൾ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം ശരിക്കും കഴിക്കാത്തത് കൊണ്ടൊക്കെ തന്നെ ഒരു അലർജി വന്നതിലൂടെ ആയിരിക്കാം ഈ അസുഖം കൂടിയതെന്ന് നമ്മുടെ രാജകുമാരൻ അവിടെ മനസ്സിലാക്കുന്നതും ആള് പോകുന്ന ടൈമിൽ ഈ വൈദ്യൻ പറയുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊട്ടാരത്തിലെ ഈ വൈദ്യശാലയുണ്ടല്ലോ അതിൽ നിന്നും ഒരു സെർവന്റ് രാജിവെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അവിടെ പറയുന്നതും ദോങ്ജു ആണെങ്കിൽ പിന്നീട് ഇത് എത്രയും പെട്ടെന്ന് രാജാവിനെ അറിയിക്കണമെന്നാണ് ലിയൂളിനോട് പറയുന്നത്. പക്ഷെ ലിയൂൾ സമ്മതിക്കുന്നില്ല. അതായത് ഇത് മിക്കവാറും തന്റെ രണ്ടാനമ്മയായ അതായത് ഇപ്പോഴത്തെ രാജ്ഞിയായ സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിലോ രാജാവ് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് എൻ്റെ അച്ഛനെ തന്നെ ഇവിടെ വിശ്വാസമില്ല, അതുകൊണ്ട് നമ്മൾ തെളിവുകൾ കണ്ടെത്തി അവതരിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ലിയൂൾ അവിടെ പറയുന്നത്. ഇതേ സമയം ഓഫീസിൽ നമ്മുടെ അഡ്വൈസറായ കിം, അതായത് ഇവനിട്ടിട്ടാണല്ലോ ലിയൂള് ഒരു പണി കൊടുത്തത്, ഒരു പസിൽ കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ പറയുന്നത്. ഈ പസിലിന്റെ ഉത്തരം എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഓഫീസിൽ മറ്റൊരു അഡ്വൈസറായ ജയൂൻ എന്നാണ് ഇവന്റെ പേര്, ഇവൻ അവിടേക്ക് എത്തിയിട്ട് ഇത് സോൾവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹോങ്ഷിങ് ആണെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊട്ടാരമുള്ള ആ സ്ഥലത്തേക്ക്, അതായത് പണ്ടത്തെ ഇവളുടെ വീടൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ നോക്കുകയാണ്. ഇത് കാണുന്ന വളർത്തച്ഛനാണെങ്കിൽ ഇവിടെ തടയുന്നുണ്ട് കേട്ടോ. അതായത് 10 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ വീടൊക്കെ ആക്രമിക്കാൻ നോക്കിയ ആൾക്കാർ വീണ്ടും നിന്നെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ നോക്കിയാലോ എന്നുള്ളൊരു ഭയമൊക്കെ അച്ഛൻ അവിടെ മകളോട് പങ്കിടുന്നുണ്ട്. ആ സമയത്ത് എനിക്കൊന്നും വരാറില്ല, എല്ലാ മാസവും ഞാനിങ്ങനെ പോവാറുള്ളതല്ലേ എന്നാണ് ഹോങ്ഷിം അവിടെ ചോദിക്കുന്നത്. അതുപോലെ പോകുന്ന ടൈമിൽ ഗുദൂള് പണിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മടി കാണിച്ചിരിക്കും. അവൻ്റെ നുണ കേട്ടിട്ട് അവൻ്റെ പണിയൊന്നും അച്ഛൻ ചെയ്യാൻ പോകേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ അവിടെ നിന്നും പോകുന്നത്. ആ ടൈമിൽ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ സഹോദരനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ എന്ന്. അതായത് ഇവളുടെ സഹോദരനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ നാട്ടിലേക്ക് പോകുന്നത്. അതായത് അന്ന് സഹോദരനും ഇവളും കൂടിയിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയത്. സോ ഇവരെങ്ങനെയെങ്കിലും വഴിയിൽ വെച്ച് പിരിഞ്ഞിട്ടുണ്ടായിരിക്കണം. അച്ഛൻ്റെ ഈ ചോദ്യം കേൾക്കുന്ന ഹോങ്ഷിങ് ആണെങ്കിൽ, ഞാൻ എൻ്റെ സഹോദരനെ കണ്ടെത്തുകയാണെങ്കിൽ ആളെയും കൂട്ടിയിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നും പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. ഇതേ ടൈമിൽ ലിയൂളും ദോങ്ജു ആണെങ്കിൽ കൊട്ടാരമുള്ള ആ ഗ്രാമത്തിൽ വേഷം മാറിയിട്ട് ആളുകളെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ആ കൊട്ടാരത്തിൽ നിന്നും പിരിഞ്ഞുപോയ ആ വേലക്കാരിയെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് ആ ലിസ്റ്റുകൾ തമ്മിൽ മാറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ എന്നെ അവർ കൊല്ലുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആരാ ചെയ്തതെന്ന് ലിയൂള് ചോദിക്കുന്ന ടൈമിൽ കറക്റ്റ് ഈ ലേഡി അത് പറയുന്ന ടൈമിലാണ് ഒരു അമ്പ് വന്ന് ഇവരുടെ കഴുത്തിൽ തറയ്ക്കുന്നതും ആ ലേഡി അപ്പോൾ തന്നെ മരിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ അമ്പ് ചെയ്ത ആളെ ഫോളോ ചെയ്യുന്നതും അങ്ങനെ ഇവർ തമ്മിലൊരു ഫൈറ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ അറ്റാക്ക് ചെയ്ത ആളും ലിയൂളും പിന്നീട് യുദ്ധം ചെയ്യുന്നതും ഇയാൾ ലിയൂളിനെ ആക്രമിക്കാറാവുന്ന ഒരു ഘട്ടം വരുമ്പോൾ ദോങ്ജു അവിടെ വന്നിട്ട് ലിയൂളിനെ രക്ഷിക്കുന്നുണ്ട്. ലിയൂളാണെങ്കിൽ ഇയാളുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും പിന്നീട് ഒരാളായിട്ട് ഇവൻ കൂട്ടിമുട്ടുന്നുണ്ട്. അത് ശരിക്കും ഇയാൾ തന്നെയായിരിക്കും, ഈ അറ്റാക്ക് ചെയ്യാൻ വന്ന ആള് ഡ്രസ്സ് മാറി പോകുന്നതായിരിക്കും. ഇവന് ഇയാളെ കണ്ടൊരു സംശയം തോന്നുന്നുണ്ടെങ്കിലും ലിയൂൾ അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ഇതേ ടൈമിൽ നമ്മുടെ ഹോങ്ഷിങ് ആണെങ്കിൽ അവളുടെ പണ്ടത്തെ വീട്ടിലെത്തി ആ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുത്ത് ആകെ വിഷമത്തിൽ നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന കുറച്ച് ആളുകൾ, ഇതെന്താ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ നിൽക്കാൻ പാടില്ല എന്നറിയില്ലേ, ഈ വീട്ടിലെ ആളുകളൊക്കെ തന്നെ 10 വർഷം മുന്നേ മരിച്ചതാണ്, ഇവിടെ ആരും താമസിക്കുന്നില്ല, കുറച്ച് ഗുണ്ടകളും അങ്ങനെ ആവശ്യമില്ലാത്ത ആളുകളൊക്കെ താമസിക്കുന്നത്, ഇവിടെ ഇങ്ങനെ പെൺകുട്ടി ഒറ്റയ്ക്കൊന്നും നിൽക്കാൻ പാടില്ലേ എന്ന് ഇവർ പറയുന്നതും ഇവളാണെങ്കിൽ ആ ശരി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവൾ നേരെ പോകുന്നത്
അവിടെ പുസ്തകമൊക്കെ വിൽക്കാൻ നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇയാളാണെങ്കിൽ ഇയാളുടെ ലൈബ്രറിയിൽ ഇവൾക്ക് വസ്ത്രം മാറാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ നോബിൾ വുമൻസ് ഒക്കെ ധരിക്കുന്ന ഡ്രസ്സ്, അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളൊക്കെ ധരിക്കുമല്ലോ, ആ വസ്ത്രമാണ് എടുത്തിടുന്നത്. കറക്റ്റ് ആ ടൈമിൽ തന്നെ നമ്മുടെ നായകനും ദോങ്ജയും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ പുസ്തകം വിൽക്കുന്നത് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ലിയൂൾ ഒന്ന് സ്റ്റക്ക് ആകുന്നതും ആ ടൈമിലാണ് വസ്ത്രം മാറി ഹോങ്ഷിം ഒരു ഡ്രസ്സ് കൊണ്ട് അവളുടെ തല ഇങ്ങനെ മറയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ നോബിൾ വുമൻസ് ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇത് കണ്ടിട്ട് ഇവൻ ജസ്റ്റ് ഒന്ന് ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ കാര്യമാക്കുന്നില്ല. പിന്നീട് ലിയൂൾ ആണെങ്കിൽ അവിടെ ചെറി ബ്ലോസം ഒക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് യൂനിസയെ, അതായത് നമ്മുടെ നായികയെ ഇവൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ കുറച്ച് അകലെയായിട്ട് നമ്മുടെ ഹോങ്ഷിം ആണെങ്കിലോ ഇവനെ പോലെ തന്നെ ഈ പൂക്കളൊക്കെ ആസ്വദിക്കുന്നത് കണ്ട് നമ്മുടെ ലിയൂളിന് ഒരു സംശയം തോന്നുകയാണ്. ഇവനാണെങ്കിൽ ഇവളുടെ ഫേസ് കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒന്ന് ഞെട്ടിയതിനു ശേഷം ഇവളുടെ നേരെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹോങ്ഷിം ആണെങ്കിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് പണ്ടത്തെ ആ ലിയൂളാണെന്നൊന്നും അറിയത്തില്ല, ആരോ തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ഓടുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്.